ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ് കേട്ടോ. ഇലയടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാവ് നമ്മളിവിടെ ഇവിടെ പൊടിച്ച അരിപ്പൊടിയാണ്. പ്ലാച്ചി ഇലയൊക്കെ വലിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ, അവിൽ, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമുക്ക് ഒന്ന് പാനിയാക്കാം. ശർക്കര പാനിയിലേക്ക് നമ്മൾ ശർക്കര നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കി വന്നിട്ടുണ്ട്. ഉരുകി വന്നതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു സ്മെല്ലൊക്കെ വരും ശർക്കര പാനിയുടെ. ഇതപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് നമ്മൾ നെയ്യൊക്കെ അത് ഉരുകി വന്നോളും. അതിലേക്ക് നമ്മൾ തേങ്ങയും അവിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും അവിലും ആ ശർക്കര ഉരുകി വന്നതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ലൊരു നാടൻ വിഭവമാണല്ലേ ഇലയട. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക, ഇലയട എന്നാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അവിലും തേങ്ങയാണ് ഇതിൽ ഫില്ലിങ്സ്. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ചെറുപയർ പരിപ്പൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നെയ്യും ശർക്കര ഉരുക്കിയതിലേക്ക് തേങ്ങയും അവിലും എല്ലാം ഇട്ടപ്പോൾ നല്ല സ്മെല്ല് വന്നു കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു കരണ്ടി പൊരികടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരികടല, പൊട്ടുകടല എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാച്ചി ഇലയാണ് കേട്ടോ. ഇവിടെ വാഴ ഇലയൊക്കെ ഉണ്ട്, പക്ഷേ പ്ലാച്ചി ഇലയിൽ ഇലയട കഴിക്കുന്നതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഇല കഴുകി അതിലേക്ക് മാവ് പരത്തി ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ. അത് ഇട്ട് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് ഓരോന്നായിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫില്ലിങ്സ് എല്ലാം വെച്ച് എല്ലാം പരത്തി എടുത്തിട്ട് അത് നമ്മൾ അടച്ചു വെച്ചു. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇഡ്ഡലി പാത്രം അതിലേക്ക് വെച്ച് നമ്മളൊരു 10 മിനിറ്റോളം അത് വേവിക്കാൻ വെച്ചു കേട്ടോ. 10 മിനിറ്റ് കൂടുതൽ വേവിക്കാൻ വെച്ചു. കുറേ എണ്ണം ഉള്ളതുകൊണ്ട് അത് നന്നായി ഒന്ന് ആവി വന്നതിന് ശേഷമാണ് ഫ്ലെയിം ഓഫാക്കിയത്. അതിന് ശേഷം നമ്മൾ വെന്തതിന് ശേഷം അത് തുറന്ന് നോക്കി. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാകമായിട്ടുണ്ടായിരുന്നു. നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അരിപ്പൊടി നമ്മളുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടിയാണ്. അപ്പോൾ മട്ടയരിയുടെ പച്ചരി ആയതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. അതാണ് അപ്പോൾ കിങ്ങിണിക്കുട്ടിയും ഉണ്ണിക്കുട്ടനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ എക്സ്പ്രഷനാണ് അവരുടെ. അവൾ കഴിച്ചിട്ട് ഉണ്ണിക്കുട്ടനെ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് സ്പൂൺ വാങ്ങി അവനെ എടുക്കുന്നുണ്ട്. ഫില്ലിങ്സാണ് എടുക്കുന്നത്. ഫില്ലിങ്സ് എടുത്തിട്ട് അവൻ കഴിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.